പ്രണയത്തിൻ്റെ താരഘോഷമായ മൊഹബത്തിൽ വെള്ളിത്തിരയുടെ മഹാവിസ്മയമായ മീര ജാസ്മിനാണ് നായിക. മുന്ന, ആനന്ദ് മൈക്കിൾ എന്നീ യുവതാരങ്ങൾ നായകന്മാരാകുന്ന മൊഹബത്തിൽ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങൾ മിക്കവരുമുണ്ട്. സംഗീതത്തിൻ്റെ ചാരുതയാണ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ മുഖമുദ്രയെന്ന് ഏവർക്കും അറിയാം. മൊഹബത്തും അപൂർവ സുന്ദര ഗാനങ്ങളുടെ വിസ്മയച്ചെപ്പ് തുറക്കുകയാണ് നിങ്ങൾക്ക് മുൻപിൽ. വയലാർ ശരത്ചന്ദ്രവർമ്മ, എസ് ബാലകൃഷ്ണൻ ടീം ഒരുക്കുന്ന 5 പ്രണയസുന്ദര ഗാനങ്ങളും സന്തോഷ് വർമ്മ, KA ലത്തീഫ് ടീമിൻ്റെ ഒരു ഉഗ്രൻ മാപ്പിള സോങ്ങും മൊഹബത്തിൻ്റെ ഉത്സവമേളങ്ങളാണ്. ഇവിടെ മൊഹബത്തിലെ ഗാനങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. മൊഹബത്തിൻ്റെ മണിമുത്തിൽ മിസരിപ്പൊന്നിൻ റങ്കാണ്, സുറുമക്കുഞ്ഞു മിഴിതന്നിൽ പിരിശത്തിൻ്റെ ഒളിയാണ്. രാവിലുദിക്കുമൊരമ്പിളി പോലൊരു മാരനിതാ, 17 തികഞ്ഞൊരു മാങ്കനി നീ, മണവാട്ടി മനസ്സിലൊരൊപ്പനയോ, ലാത്തിരി പൂത്തുവരുന്നൊരു പുഞ്ചിരി ചുണ്ടിലൊതുങ്ങിയതെന്തേ, നെഞ്ചിലിരുന്നൊരു പൂങ്കുയിൽ അങ്ങനെ പാടുകയാണോ സുന്ദരിയെ. 6 പാട്ടുകൾ വളരെ റിച്ചായിട്ട് ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റിനെയും ഡാൻസേഴ്സിനെയൊക്കെ വെച്ച് ഒത്തിരി ചിലവാക്കിയെടുത്ത ഒരു സിനിമയാണ് മൊഹബത്ത്. സോ ഇതിനു വേണ്ടി ഇത്രയും ചിലവാക്കാനും പല രീതിയിലും നല്ല കോസ്റ്റ്യൂംസും നല്ല ഫോട്ടോഗ്രാഫി ജിബി ചേട്ടൻ, സോ ഇതിന് ഇവരെ എല്ലാവരെയും കൂട്ടി ചേർത്ത് നല്ലൊരു സിനിമയാക്കിയ വിജയൻ സാറിനുണ്ട് നന്ദി. പ്ലസ് എൻ്റെ കോ ആക്ടേഴ്സ് മൈക്കിൾ, മുന്ന, ഇവർ ഞങ്ങൾ വളരെ എന്താ പറയുക, സെറ്റിൽ വളരെ എൻജോയ് ചെയ്താണ് എല്ലാം വർക്ക് ചെയ്തത്. ആൻഡ് മൈക്കിൾ വന്നിട്ട് മൈക്കിളിൻ്റെ ഫസ്റ്റ് ഫിലിമാണിത്. മൈക്കിളും വളരെ മലയാളം അറിയില്ല, തമിഴാണ്. പക്ഷെ മലയാളം ഡയലോഗ്സൊക്കെ കാണാൻ പഠിച്ച് വളരെ ഹാർഡ് വർക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഡയലോഗ്സൊക്കെ മൈക്കിൾ പറഞ്ഞു. സോ വെൽ ഡൺ മൈക്കിൾ. ആൻഡ് മുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ഈവൻ മുന്നയുടെ പാട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ മ്യൂസിക് എസ് ബാലകൃഷ്ണൻ സർ. ഗോഡ് ഫാദർ, ഈ പാട്ടൊക്കെ കാണുമ്പം പഴയ ഗോഡ് ഫാദറിൻ്റെയൊക്കെ ഒരു ഫീലാണ് തോന്നുന്നത്, ബിക്കോസ് അദ്ദേഹം തന്നെയാണ് ആ പാട്ടുകളും ചെയ്തത്. എനിവേ ഇത്ര കളർഫുള്ളായിട്ടൊരു ഫിലിം ചെയ്യാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. പാട്ടുകൾ കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. ഇനി പറയാനുള്ളത് എസ് ബാലകൃഷ്ണനെ കുറിച്ചാണ്. ബാലൻജിയെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയിരിക്കുന്ന സൂപ്പർ ഹിറ്റ് സോങ്സ് എല്ലാം ശ്രീ ബാലകൃഷ്ണൻ്റെയാണ്. താങ്ക് യു സർ ഫോർ ഗിവിംഗ് മീ ദാറ്റ് സോങ്. അതായത് ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നെങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ, അതിനകത്ത് തന്നെ ഏകാന്ത ചന്ദ്രികയിൽ, പിന്നീട് ഗുലുമാൽ ഗുലുമാൽ അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ, പിന്നെ ഏറ്റവും മനോഹരമായ ഗാനം ഞാൻ പാടിയത് നീർപ്പളുങ്കുകൾ ചിതറി വീഴുമീ നിമിഷസാഗരം. ആ ഒരു മനോഹരമായ ഗാനം അതിപ്പോഴും പല വ്യക്തികളും, ഇപ്പം ഞാൻ സംഗീത സംവിധാനം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും പലരും വന്ന്, സത്യം ഞാൻ തുറന്നു പറയുകയാണ്, 3-4 സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, വന്നിട്ട് പറയുന്നത് ആദ്യം ഒരു അടിപൊളി സോങ് വേണം. എങ്ങനെ വേണം? അത് ബാലകൃഷ്ണൻ സാർ ചെയ്ത പോലെ ഉന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം, അതുപോലെ. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ ലാസ്റ്റിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്, എല്ലാം തകർന്ന ഒരു രീതിയിൽ. അതിലേത് പാട്ട് വേണം? നീർപ്പളുങ്കുകൾ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ബാലകൃഷ്ണൻ സാറിനെ തന്നെ വിളിച്ചാൽ പോരെ.
അപ്പോൾ അത്രയ്ക്ക് മനുഷ്യ മനസ്സിൽ ശക്തമായിട്ട് കയറിയ സംഗീതവും വരികളുമാണ്. ഇന്ന് തീർത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേട്ട ഈ 4 ഗാനവും വളരെ മനോഹരമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നതിനകത്ത് സിംപ്ലിസിറ്റിയാണ്. ആ സിംപ്ലിസിറ്റിയാണ് നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങുന്നത്. രചനയും കൂടെ ചേർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും വിജയേട്ട വളരെ മനോഹരമായിട്ട് വിജയേട്ടൻ എടുത്തിട്ടുണ്ട്. ഇതിന് എല്ലാ ഭാവുകങ്ങളും ഇതൊരു സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ, നല്ലൊരു സിനിമയായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. പാട്ട് എന്തായാലും ഹിറ്റാവും എന്നുള്ള ഉറപ്പാണ്. മറക്കാനാവാത്ത ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് തന്ന ശ്രീ എസ് ബാലകൃഷ്ണൻ എന്ന സംഗീത സംവിധായകൻ മൊഹബത്തിലൂടെ വീണ്ടും എത്തുന്നു. മൊഹബത്തിൻ്റെ പാട്ടനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ എസ് ബാലകൃഷ്ണനെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. After a long gap, I got an opportunity from a very good producer and director. ஒரு பாட்டு கிட்டறதுக்கு ஒரு இட்ஸ் a team work. See, I'm just composing the tune first. Talalalalala, 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 സഗരിസനി. അപ്പോൾ അതുക്ക് വാക്കുകൾ അപ്പോൾ ഈ ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത് ശരത് വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ ഫസ്റ്റ് പടം. അപ്പോൾ അവർ എനിക്ക് എഴുതി കൊടുത്തപ്പോൾ എൻ്റെ പടച്ചവനെ അതുപോലെ എന്നോട് ട്യൂണിക്ക് ഏറ്റ വാക്കുകൾ അവർ എഴുതി. പിന്നെ അത് പാടിയത് ശങ്കർ മഹാദേവൻ, അവരത് ഇംപ്രവൈസ് ചെയ്ത് പാടി. പിന്നെ പിക്ചറൈസേഷൻ നിങ്ങൾ കണ്ടില്ല, എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കളർഫുൾ പിക്ചറൈസേഷൻ. ஸோ இதெல்லாம் கூடி ஒரு பாட்டு இட்டாந்து ஒரு டீம் ஒர்க். ஸோ அது ഈ പടത്തിൽ എനിക്ക് നല്ല വിധമായിട്ടാണ്. പിന്നെ ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറുടെ പടം എനിക്ക് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷം. ഇത് 2011 ഇതിൽ സംബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു നല്ലൊരു തുടക്കമായി ഇരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ എന്ന് പറയുന്ന ഒരു ജനകീയമായ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അതിൻ്റേതായ ഗൗരവത്തിൽ കണക്കിലെടുത്തുകൊണ്ട് വേണ്ട രീതിയിൽ അത് വളരെ ക്രിയാത്മകമായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിൻ്റെ ഏതെങ്കിലും ഒരു അതായത് സ്ക്രിപ്റ്റിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷനിലോ മറ്റേതിലെങ്കിലുമോ മുൻപൊരിക്കലും ഒരു രീതിയിലും ബന്ധപ്പെട്ടില്ലാത്ത ഞാൻ ഒരു പൂർണ്ണ സംവിധായകനായി അതിൻ്റെ എല്ലാവിധമായ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തീർച്ചയായും അതുകൊണ്ട് മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ ചില പാട്ടുകളിൽ കോറിയോഗ്രാഫേഴ്സ് ഇല്ലാത്ത പാട്ടുകളുണ്ട്. ഉള്ള പാട്ടുകളിൽ തന്നെ തീർച്ചയായിട്ടും എനിക്ക് വേണ്ടത് മാത്രമാണ് ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പലരും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള 100 കണക്കിന് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരോടൊക്കെ തന്നെ അതങ്ങനല്ല ഇങ്ങനെ മതി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് മറ്റെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ജഗതി ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും അതിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു. മണവാട്ടി മനസ്സിലൊരൊപ്പനയോ രാത്രി പൂത്തു വരുന്നൊരു പുഞ്ചരി ചുണ്ടിലൊതുങ്ങിയതെന്തേ നെഞ്ചിലിരുന്നൊരു പൂങ്കുയിൽ അങ്ങനെ പാടുകയാണോ സുന്ദരിയെ പൂക്കളം എന്നത് പോലെ